നമസ്കാരം. കിറ്റക്സ് സാബു പിണറായിയുടെ നേർക്ക് ആറ്റം ബോംബ് എറിയുമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടോ അന്തം കമ്മികൾക്കും സൈബർ സഖാക്കൾക്കും പോരാളി ഷാജിമാർക്കും ഞരമ്പുകളിൽ ചോര തിളയ്ക്കുന്നില്ല. കാരണം സാബുവിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. സാബുവിനെ ചൊറിഞ്ഞാൽ ഷാബു ശവമടക്കം നടത്തുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഗൈസിനോട് അനങ്ങണ്ട എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. സാബുവിനോട് പോരിന് നിൽക്കേണ്ടെന്ന കർശന നിർദ്ദേശം തന്നെ നൽകിയത് ശവമടക്ക് നടത്തേണ്ടി വരരുത് എന്നുകൂടി കരുതിയാണ്. പിണറായിയുടെ വായ്ക്കരിയിടുന്ന ഐറ്റമാണ് 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബിന്റെ കയ്യിലുള്ളത്. 32 ദിവസം അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ പിണറായി വിജയനെ പരിചയിച്ച സാബുവിനെ കുന്നത്തുനാട് MLA ദ്രോഹിച്ചപ്പോൾ കണ്ടില്ലെന്ന് നടിച്ചെങ്കിൽ എന്ത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നതുപോലെ ഗതികെട്ടാണ് സാബു ഇത്തരത്തിൽ പ്രതികരിച്ചത്. CPM ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നേതാക്കൾ ഇരുട്ടിന്റെ മറവിൽ സാബുവിന്റെ വീട്ടിൽ ചെന്ന് വലിയ തുക സംഭാവന വാങ്ങുകയാണ് ചെയ്യുന്നത്. തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പ് കാലത്തും പല നേതാക്കളും പണം പറ്റി. എന്നിട്ട് ഉപദ്രവിക്കാതെയെങ്കിലും ഇരുന്നുകൂടെ. തരം കിട്ടിയാൽ സാബുവിനെ താഴെ വലിച്ചിടാനുള്ള എല്ലാ നാറിയ കളികളും എല്ലാവരും കളിക്കുന്നുണ്ട്. യാഥാർത്ഥ്യം എന്തെന്നറിയാതെ ഈ പാർട്ടികളുടെ അണികൾ ഉറഞ്ഞു തുള്ളുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാത്യു കുഴൽനാടൻ മാസപ്പടി ആരോപണം ഉന്നയിച്ചതിനു ശേഷം അദ്ദേഹത്തിനെതിരെ CPM നടത്തിയ വേട്ടയാടൽ എല്ലാവരും കണ്ടതാണ്. എന്തുകൊണ്ട് ആ പരാക്രമം സാബു ജേക്കബിനോട് കാണിക്കുന്നില്ല? മടിയിൽ കനമില്ലെന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? കൺവീനർ ചിറ്റപ്പനും ബാലൻ വക്കീലും ഗോവിന്ദൻ മാഷമൊന്നും ഒരു ക്യാപ്സ്യൂൾ പോലും പുറത്തിറക്കുന്നില്ല. ഇന്ദ്രനെയും ചന്ദ്രനെയും വെല്ലുന്ന ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നു പോയിട്ടുണ്ടെന്ന് വീരവാദം മുഴക്കുന്ന പിണറായി ആരായി? പക്ഷേ കിറ്റക്സ് മുതലാളി സാബു M ജേക്കബിന്റെ ഈ പ്രസ്താവന തികഞ്ഞ ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന് പറയാതെയും വയ്യ. എന്നെ അറസ്റ്റ് ചെയ്താൽ മുഖ്യമന്ത്രിയുടെ മകളെയും ഞാൻ അകത്താക്കും, ഇല്ലെങ്കിലോ അവർ എന്ത് തെറ്റും ചെയ്തോട്ടെ, ഞാൻ മിണ്ടില്ല എന്നല്ലേ പറയുന്നതിന്റെ അർത്ഥം? സത്യത്തിൽ ഈ ഭീഷണി കണക്കിലെടുത്ത് കേരള പോലീസോ ഹൈക്കോടതിയോ സ്വമേധയാ സാബു M ജേക്കബിനെതിരെ കേസെടുത്ത് അകത്താക്കുകയല്ലേ വേണ്ടത്? കാര്യം വീണ വിജയന്റെ മാസപ്പടി കേസൊക്കെ ഉണ്ട്, പിണറായിയുടെ അഴിമതികളും ശരി തന്നെ. പക്ഷേ ഒരു വശത്തു കൂടി CPMന് കനത്ത സംഭാവന വർഷം തോറും കൊടുത്തിട്ട് മറുവശത്ത് മുതലാളി ഇങ്ങനെ വന്ന് ഗീർവാണം അടിക്കുന്നത് ശരിയാണോ? പക്ഷെ ആ ഗീർവാണത്തിൽ പിണറായി തൊഴുതു നിന്നു പോകുന്നത് അങ്ങേരുടെ ഗതികേടുമാണ്. സാബു ഉന്നയിച്ച അതീവ ഗൗരവമായ ആരോപണങ്ങളോട് പ്രതികരിക്കാനുള്ള ശക്തി പോലും പിണറായി വിജയന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വീണയെ അകത്താക്കാനുള്ള ബോംബ് തന്റെ കയ്യിലുണ്ടെന്ന സാബുവിന്റെ വെല്ലുവിളി അത്ര നിസ്സാരമായ കാര്യമല്ല. കേരളത്തിലെ എന്നല്ല രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിക്കുമെതിരെ ആരും നടത്താത്ത പരാമർശമാണ് സാബു നടത്തിയത്. CMRLുമായി മാത്രമല്ല അതിനും അപ്പുറമുള്ള ഇടപാടുകൾ വീണയുടെ കമ്പനി നടത്തിയിട്ടുണ്ടാകാം. ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വീണ ചെയ്ത നിയമവിരുദ്ധ നടപടി കോടതിയുടെ മുൻപിൽ കൊണ്ടുവരികയാണ് സാബു M ജേക്കബ് ചെയ്യേണ്ടത്. അല്ലാതെ സ്വന്തം അറസ്റ്റ് ഒഴിവാക്കാനായി, മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കാനായി ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മറച്ചുവെക്കുകയല്ല ചെയ്യേണ്ടത്. 2020യുടെ ജനവിശ്വാസം കൂടുന്നതിനും നാട് മുടിപ്പിക്കാനായി ഭരിക്കുന്നവരുടെ കൊള്ളരുതായ്മകൾ പുറത്തു കൊണ്ടുവരുന്നതിനും സാബു തയ്യാറാകേണ്ടതുണ്ട്. വീണ ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തനത്തിന് അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭിക്കണം. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ കൈയിട്ട് വാരുന്ന എല്ലാവർക്കും ഭയമുണ്ടാകും എന്നുറപ്പ്. നികുതി പണവും അല്ലാതെയുള്ള പണവും കൈയിട്ട് വാരാൻ അക്കൂട്ടർ മടിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലേ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും വികസന മുരടിപ്പിൽ നിന്നും കേരളത്തിന് കരകയറാനാകൂ. സാബുവുമായി ഏറ്റുമുട്ടലിനില്ല, കാലിൽ വീണ് മാപ്പിരക്കാനാണ് ഇനി പിണറായിയുടെ തീരുമാനമെന്നാണ് അറിയുന്നത്. സാബുവിനെ പിണക്കുന്നത് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന് CPMന് അറിയാം. സാബുവോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ അഴിമതിയുടെ കറപുരളാത്ത ഗണത്തിലുള്ളതാണ്. അവർ ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ സർവ്വചെലവും വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ് 27 കോടി രൂപ കഴിഞ്ഞ തവണ മിച്ചം പിടിച്ചിരുന്നു. CPM ആണല്ലോ സംസ്ഥാനത്തെ ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്നത്. എന്താണ് അവിടങ്ങളിലെ സ്ഥിതിയെന്ന് അന്വേഷിച്ചാൽ അറിയാം. മര്യാദയ്ക്ക് ജനസേവനം നടത്തുന്നവരെ തൊലയ്ക്കാനും ജനദ്രോഹം നടത്തുന്നവരെ വളർത്താനുമാണ് പരമ്പരാഗത പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ അധികാരത്തിലേറും മുമ്പ് വരെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. മക്കളെ എങ്ങനെ വളർത്തണം, ഭാര്യയെ എങ്ങനെ നിർത്തണം എന്നൊക്കെ പിണറായിയെ കണ്ടു പഠിക്കണമെന്ന്. കോടിയേരിക്ക് അതിനുള്ള കഴിവില്ലെന്നും ഇന്നിപ്പോൾ കോടിയേരിയുടെ മക്കളെ വെല്ലുന്ന തരത്തിലാണ് വീണയുടെ
സാമ്രാജ്യം വളർന്നിരിക്കുന്നത്. ഇതേക്കുറിച്ചൊക്കെ വ്യക്തമായി അറിയാമായിരുന്നിട്ടും സംസ്ഥാന സെക്രട്ടറിയോ പാർട്ടി നേതൃത്വമോ യാതൊന്നും മിണ്ടുന്നില്ല. CMRL മറയാക്കി മുഖ്യമന്ത്രി 100 കോടിയോളം രൂപയാണ് വാങ്ങിയതെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചത്. ഇതിനെതിരെയും പാർട്ടിക്കാർക്ക് ഒന്നും പറയാനില്ല. നന്ദി.